ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിന് നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 9 മുതൽ 12 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 11 സങ്കീർത്തനം 4 വാക്യം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കീർത്തനമാണ് ഈ സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു അനുഭവത്തിലാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ഒരു അനുഭവമാണ് കുറ്റാരോപിതനിൽ നാം കാണുന്നത്. ഈ സന്ദർഭത്തെ അദ്ദേഹം പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റുന്നു. പ്രശ്നത്തിൻ്റെ വലുപ്പം ആ സാഹചര്യത്തിൽ നിന്നും ഓടിപ്പോകുവാൻ മനസ്സ് തോന്നിപ്പിക്കുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുവാനായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സത്ത പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, അതിനെതിരായുള്ള പോരാട്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗത്തു നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കാം. ഒന്നാമതായിട്ട്, സങ്കീർത്തനക്കാരൻ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ബാഹ്യമായ കാലാവസ്ഥ പ്രതികൂലമോ ശത്രുഭയമോ ഉണ്ടാകുമ്പോൾ ഉറവിടം നൽകുന്ന ഒരു സുരക്ഷിത സ്ഥാനമാണ് ശരണം. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ശരണം യഹോവയിലാണ്. അതിനാൽ പക്ഷികൾ പറന്നുപോയി ഒളിക്കുന്നത് പോലെ ഓടി ഒളിക്കുക എന്ന ഉപദേശം സങ്കീർത്തനക്കാരന് ഒട്ടും ഉചിതമായിട്ട് തോന്നുന്നില്ല. ഇവിടെ കുറുവാക്യത്തിൽ നാം കേട്ടതുപോലെ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നുവെന്ന്. ഇതൊരു ഉറച്ച പ്രഖ്യാപനമാണ്. എല്ലാറ്റിലും മേലായിരിക്കുന്ന ദൈവിക സിംഹാസനം യഹോവയുടെ അധികാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നു എന്ന വ്യക്തമായ ഉറപ്പാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നൽകുന്നത്. അതിനാൽ വ്യക്തമായി നമ്മെ അറിയുന്ന ഒരു ന്യായാധിപനിലായിരിക്കണം ഒരു ഭക്തന്റെ യഥാർത്ഥ ആശ്രയം. രണ്ടാമതായിട്ട്, സങ്കീർത്തനക്കാരൻ പോരാട്ടത്തിന്റെ സന്ദേശം നൽകുന്നു. ഓടി ഒളിക്കുകയോ പലായനം ചെയ്യുകയോ പ്രതിരോധിക്കുകയോ അല്ല ചെയ്യുന്നത്. പോരാട്ടത്തിന്റെ അനുഭവം ഭക്തനിൽ ഇവിടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. 7 വാക്യത്തിൽ നമ്മൾ കാണുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും എന്ന്. നീതിയുടെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്കുള്ള പ്രതിഫലം ആണ് ഇത്. അവർക്ക് ദൈവരാജ്യം അനുഭവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവർക്ക് ദൈവമുഖം ദർശിക്കുവാനും കഴിയും. അതിനാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നുമ്പോൾ ദൈവം തങ്ങളോടൊപ്പം നിലകൊള്ളുന്നു എന്ന ഉറപ്പാണ് ഭക്തനെ ബലപ്പെടുത്തുന്നതും പോരാട്ടത്തിനുള്ള ധൈര്യം നൽകുന്നതും. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക തകർച്ചയോ രോഗങ്ങളോ കുടുംബ തകർച്ചയോ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. അവിടെ പലായനമല്ല വേണ്ടത്. അഭയകേന്ദ്രമായ യഹോവയിൽ ആശ്രയിച്ച് അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഭയന്നു പോകാതെ അങ്ങയിൽ അഭയം കണ്ടെത്തുവാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും ഓടി ഒളിക്കുകയല്ല, അഭയമായ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.